WHO ഏറ്റവും അടുത്ത കണക്ക് പ്രകാരം 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഒരു കുട്ടിക്ക് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. പ്രധാനമായും മുലയൂട്ടുന്ന സമയത്താണ് നമുക്കിത് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ബ്രസ്റ്റ് സക്ക് ചെയ്യുന്ന സമയത്ത് പാല് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെറ്റിയിലുണ്ടാകുന്ന അമിതമായ വിയർപ്പ്, ചുണ്ടിനുണ്ടാകുന്ന നീല നിറം, അത് പക്ഷേ സൈനോട്ടിക് സ്പെൽസ് വളരെ കോമൺ ആണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സിങ്കോപ്പൽ അറ്റാക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ കുട്ടിക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കുട്ടികളുടെ ചിരിയും കുട്ടിത്തവും ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ അതേപോലെ തന്നെ സങ്കടകരമായ ഒരു വാർത്തയാണ് കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം 3ാം ക്ലാസ്സുകാരി ബ്രേക്കിനിടയിൽ കുഴഞ്ഞു വീണ് സ്കൂളിൽ മരിച്ചു എന്നുള്ളൊരു വാർത്ത വളരെ ദുഃഖത്തോടെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ പ്രധാനമായ റീസൺ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് അഥവാ ജന്മനാ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ വൈകല്യങ്ങളാണ് മോസ്റ്റ് കോമൺ റീസൺ. ഇത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത്, എങ്ങനെ നമുക്കിത് മുൻകൂട്ടി കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, എറണാകുളം. WHO ഏറ്റവും അടുത്ത കണക്ക് പ്രകാരം 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഒരു കുട്ടിക്ക് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. എന്നാൽ ഇത് പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടാതെയും പോകുന്നുണ്ട്. ഇതിൻ്റെ റീസൺ പലപ്പോഴും അമ്മമാർക്ക് ഉണ്ടാവേണ്ട അവബോധം, ഇങ്ങനെ ഉള്ള അസുഖങ്ങളുടെ സിംറ്റംസ് പലതും നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാതെ തള്ളിക്കളയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് 2 രീതിയിൽ നോക്കാം. തീരെ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, കുറച്ച് വലിയ കുട്ടികളിലും. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുടെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടേണ്ടതാണ്. മുമ്പ് ഒരു കാലഘട്ടം മുന്നേ, അതായത് ഇതിന് മുന്നത്തെ സെഞ്ചുറികളിൽ പലപ്പോഴും എന്താ സംഭവിച്ചിരുന്നതെന്ന്, ഈ ആരോഗ്യ സംവിധാനങ്ങൾ ഇത്രയും അധികം വികസിക്കാതിരുന്ന സമയത്ത് പലപ്പോഴും ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടികൾ ഗർഭപാത്രത്തിൽ തന്നെ പലപ്പോഴും മരിച്ചു പോവുകയാണ് ചെയ്യാറുണ്ടാകുക. നമ്മളുടെ അഡ്വാൻസ് ടെക്നോളജീസൊക്കെ ഉപയോഗിച്ച് ഇത് നേരത്തെ വയറ്റിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കാനും എന്നാൽ ചിലത് മിസ്സായി പോകാനും, പക്ഷേ കൂടുതൽ ലൈവ് ബർത്തുകൾ വരുന്നത് കൊണ്ടുകൂടി ഈ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഇനി കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തീരെ ചെറിയ കുട്ടികൾ, അതായത് മുലയൂട്ടുന്ന പ്രായത്തിലുള്ള കുട്ടികളിൽ എന്തൊക്കെയാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലംസായി കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും മുലയൂട്ടുന്ന സമയത്താണ് നമുക്കിത് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. സാധാരണയായ ഒരു കുട്ടി ഒരു ബ്രസ്റ്റിൽ നിന്ന് 20 മിനിറ്റ് തുടർച്ചയായി പാല് കുടിക്കാറുണ്ട്. അത് അങ്ങനെ കുടിക്കാൻ സാധിക്കാതെ വരിക, ഫോർ എക്സാമ്പിൾ ഒരു മിനിറ്റ് പാൽ ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്ത് കഴിയുമ്പോൾ കുട്ടി നിർത്തുന്നു. അത് തുടർച്ചയായി നിങ്ങളത് കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഹാർട്ടിൻ്റെ സിംറ്റം ആവാം. അല്ലെങ്കിൽ ബ്രസ്റ്റ് സക്ക് ചെയ്യുന്ന സമയത്ത് പാല് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെറ്റിയിലുണ്ടാകുന്ന അമിതമായ വിയർപ്പ്, പിന്നെ നെഞ്ചിടിപ്പ് അമിതമായി കൂടുന്നത്, ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുടെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ആരോഗ്യ വിദഗ്ധൻ്റെ പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കുക, അല്ലെങ്കിൽ പീഡിയാട്രിക് ഹാർട്ടിൻ്റെ ഡോക്ടറെ കണ്ട് എക്കോ ടെസ്റ്റ് ചെയ്ത് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. മറ്റൊന്നാണ് ചുണ്ടിനുണ്ടാകുന്ന നീല നിറം. അത് പക്ഷേ സൈനോട്ടിക് സ്പെൽസ് വളരെ കോമൺ ആണ് കുട്ടികളിൽ. കുട്ടികൾ ആപ്നിയ, ശ്വാസം പിടിച്ചു നിർത്തി ഉണ്ടാകുന്ന കണ്ടീഷൻസിനെയാണ് സൈനോസിസ് എന്ന് പറയാം. എങ്കിലും അതും ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. അതും വളരെ ഫ്രീക്വൻ്റായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ സേവനം നേടേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ, അഥവാ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രായത്തിലുള്ള ഇൻഫൻസ്, ചൈൽഡ്സ്, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും കണ്ടുവരുന്നത് സിങ്കോപ്പൽ അറ്റാക്സ് ആണ്. സിങ്കോപ്പൽ അറ്റാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കുന്ന കുട്ടി തലയിറങ്ങി വീഴുക. അപ്പോൾ പലപ്പോഴും PT പീരീഡിലോ അല്ലെങ്കിൽ രാവിലെ ഈ പ്രെയർ ടൈമിലോ ഒക്കെ ക്യൂവിൽ നിൽക്കുമ്പോൾ കുട്ടികൾ കുഴഞ്ഞു വീഴുന്ന കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആഹാരം കഴിക്കാത്തതിൻ്റെതാണ്, വെള്ളം കുടിക്കാത്തതിൻ്റെതാണെന്നുള്ള ഒരു രീതിയിൽ പോകുന്നത് ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ എൻ്റെ മറ്റ് സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ കുട്ടികളിൽ കൂടുതലും കാണുന്ന റിതം അബ്നോർമാലിറ്റീസ്, അതായത് ഹൃദയത്തിൻ്റെ താളം തെറ്റലുകളാണ് പലപ്പോഴും ഈ സിങ്കോപ്പൽ അറ്റാക്സിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥിരമായി വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സിങ്കോപ്പൽ അറ്റാക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ കുട്ടിക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് സ്ഥിരമായി വരികയും അതിനൊപ്പം തന്നെ കുട്ടിക്ക് പെട്ടെന്ന് കിതപ്പ് വരിക, മറ്റു കുട്ടികളോടൊപ്പം സ്റ്റെപ്പ് കയറുമ്പോൾ, ഇപ്പോൾ കൂടെയുള്ള കുട്ടികൾ 10 സ്റ്റെപ്പ് കയറുമ്പോൾ ഈ കുട്ടിക്ക് 5 സ്റ്റെപ്പേ കയറാൻ കഴിയുന്നുള്ളൂ, അപ്പോഴത്തേന് കിതപ്പ് കാരണം നിൽക്കേണ്ടി വരിക. അങ്ങനെയുള്ള കംപ്ലയിൻസുകൾ
കുട്ടികളെ നമ്മൾ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ വിടുന്നതാണ്. സ്കൂളിൽ പോകാനുള്ള മടി കാരണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുന്നതിന് പകരം അവർക്കിത് പൂർണ്ണമായും നമ്മളെപ്പോലെ പറഞ്ഞ് മറ്റൊരാളെ മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അവർ പറയുന്ന ഈ കംപ്ലയിൻറ്റ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതെ നേരത്തെ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതും അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനവും നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഹാർട്ടിൽ ഉണ്ടാകുന്ന ചെറിയ സുഷിരങ്ങളൊക്കെ സർജറി ഇല്ലാതെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ശ്രീചിത്ര പോലുള്ള സെൻറ്ററുകളിൽ ലഭ്യമാണ്. വളരെ ചെറിയ പ്രൊസീജിയറിലൂടെ അത് മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ റിതം അബ്നോർമാലിറ്റീസിനുള്ള ചികിത്സകളാണെങ്കിലും ഇന്ന് വളരെ ചെറിയ രീതിയിൽ ചികിത്സയിലൂടെ നിങ്ങളുടെ കുട്ടികളെ ഒരു സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരികയും ഇങ്ങനെ പെട്ടെന്ന് സഡനായിട്ട് വരുന്ന കൊഴിഞ്ഞു വീണുള്ള മരണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന മറ്റൊരു ഇതാണ് തുടർച്ചയായ ക്ഷീണം. അവർക്ക് കളിക്കാൻ പോകാൻ താല്പര്യമില്ലാതിരിക്കുക, പഠിക്കുന്നതിൽ താല്പര്യമില്ലാതിരിക്കുക, അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ പലപ്പോഴും അനീമിയ, ശരീരത്തിലെ രക്തത്തിൻ്റെ അളവിൻ്റെ കുറവ്, അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ കുറവ് അഥവാ അനീമിയ ഹാർട്ടിനെ ബാധിക്കുന്നൊരു കണ്ടീഷനാണ്. കാരണം ഹൃദയമാണല്ലോ നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് രക്തം കിട്ടാതെ വരുമ്പോൾ ഹൃദയത്തിലേക്കും രക്തം വരാതിരിക്കുകയും ഹൃദയത്തിൻ്റെ ഫംഗ്ഷനെ അത് ബാധിക്കുകയും അതൊരു ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന അനീമിയ തീർച്ചയായും വിളർച്ച എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. അങ്ങനെയുള്ള കണ്ടീഷനിലും പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് ഇനീഷ്യൽ പീരീഡ് ഓഫ് മെനാർക്ക്, അതായത് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ടാകുന്ന ബ്ലഡ് ലോസ്, ചിലപ്പോൾ അവരുടെ ആഹാരം പ്രോപ്പറായിട്ട് ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുകയും അത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. BLS ട്രെയിനിങ്, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ഈ കുട്ടിയെ വീണ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ മറ്റ് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതൊരു റിതം അബ്നോർമാലിറ്റിയാണ്. അതൊരു പക്ഷേ CPR എന്ന് പറയുന്ന ചെറിയൊരു പ്രൊസീജിയറിലൂടെ അത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൂടെ നമുക്ക് ആ കുട്ടിയെ റിവൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു സജഷനായിട്ട് എനിക്ക് തോന്നുന്നത് സ്കൂളിലെ ടീച്ചർമാർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ ഒരു ട്രെയിനിങ്, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് വെച്ചാൽ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള CPR എങ്ങനെ ചെയ്യാം, പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. പലപ്പോഴും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പാനിക് സിറ്റുവേഷനാണ് ഉണ്ടാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ BLS ട്രെയിനിങ് അധ്യാപകരിലും കുട്ടികളിലും കൂടുതൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ CPR കൊടുക്കുകയും അതിലൂടെ ചിലപ്പോൾ ഒരു CPR കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതൊരു നല്ല ഇനിഷ്യേറ്റീവ് ആയിരിക്കും.